അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു സമ്മറിന് പറ്റിയ കാര്യം തന്നെയാണ്. ഈ വേനൽക്കാലത്തേക്ക് ഒരു സ്മൂത്തിയാണ്. സ്മൂത്തി ഈസി ആയിട്ട് ഉണ്ടാക്കാം, പക്ഷേ ഹെൽത്തി സ്മൂത്തി. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ചെയ്തത് എന്തൊക്കെയാണെന്ന് നോക്കാം. മസ്ക് മെലൺ അല്ലെങ്കിൽ ഷമാം തോടെല്ലാം കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയത് 2 കപ്പ്, മിൽക്കി മിസ്റ്റിൻ്റെ കേർഡ് 1.5 കപ്പ്, ഹണി 1.5 ടേബിൾ സ്പൂൺ, ചിയ സീഡ് 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തത്. അപ്പോൾ ഇത് ഷമാം എന്ന് പറയുന്നൊരു ഫ്രൂട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ നല്ല എന്താ പറയുക കേർഡ് നമ്മൾ യൂസ് ചെയ്യും, നല്ല സെറ്റ് കേർഡ്. അതും പിന്നെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ചിയ സീഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിയ സീഡ് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുതിരാൻ വെച്ചു. അത് നല്ല കുതിർന്ന് റെഡി ആയിരിക്കുവാണ്. പിന്നെ ഹെൽത്തി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സ്മൂത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗറിന് പകരം പഞ്ചസാരയൊന്നും അല്ല ചേർക്കുന്നത്, നല്ല ശുദ്ധമായ തേനാണ്. ആദ്യം നമുക്ക് മിൽക്കി മിസ്റ്റിൻ്റെ ഫാം ഫ്രഷ് കേർഡ്. തൈരെന്നൊക്കെ പറഞ്ഞാൽ പ്രോബയോട്ടിക്കാണ്. നമുക്ക് ശരിക്കും നമ്മുടെ ഗട്ട് ഹെൽത്തിനെയൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഏകദേശം ഒരു 1.5 കപ്പിൽ കൂടുതൽ ഞാൻ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഷമാം എന്നുള്ള ഫ്രൂട്ട്. അത് ഒരു എന്താ പറയുക, അത് ക്യൂബ്സ് ആക്കിയത് ഏകദേശം 2 കപ്പോളം ഉണ്ട്. ഇനി തേൻ. മധുരത്തിന് ആവശ്യമായത് 1-2 ടേബിൾ സ്പൂൺ ആകാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് ചിയ സീഡും കൂടി ഇട്ട് വേണമെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ തിക്കായിട്ട് വരും. അതല്ലെങ്കിൽ ചിയ സീഡ് ഇതുപോലെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ മുന്നെയാണ് വെള്ളം ഒഴിച്ച് വെച്ചത്. നല്ലതായിട്ട് ഇതായിട്ടുണ്ട്. അതിങ്ങനെ നമുക്ക് സെർവ് ചെയ്യുന്ന ആ ബൗളിനകത്തേക്ക് ഡയറക്റ്റായിട്ട് ഇടാം. ആദ്യം നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. അതായത് നമ്മുടെ ഗ്ലാസ്സിനകത്തേക്ക് ചിയ സീഡ് സോക്ഡ്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണാനും നല്ല ലുക്കായിരിക്കും. ഓക്കെ, ഇനി ചെറുതായിട്ടൊന്ന് സ്റ്റാർ ചെയ്ത് കൊടുക്കാം. നിറച്ച് നമുക്ക് കഴിക്കാൻ കിട്ടും ഇങ്ങനെ ചിയ സീഡ് ഇങ്ങനെ കടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്മൂത്തി കുറച്ചുകൂടി തിക്കായിട്ട് മാറും. ഇത് ഒരു ഓപ്ഷൻ. ഇനി വേറൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇതേ കാര്യത്തിലേക്ക് തന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. അതിന് മുന്നേ ഇതിനകത്തേക്ക് ചിയ സീഡ് ഈ സോക്ട് ഇപ്പം നമ്മൾ ഉപയോഗിച്ച അത്രയും തന്നെ ക്വാണ്ടിറ്റി ഒരു 3 ടേബിൾ സ്പൂൺ ഇടുന്നു. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് ഇതിൻ്റെ കൂടെ ബ്ലെൻഡായിട്ട് ചേർന്ന് വരും. കുറച്ചുകൂടി തിക്കായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലേ. ദിസ് ഈസ് വൺ വേർഷൻ, ഇത് മറ്റൊരു വേർഷൻ. ഇങ്ങനെ 2 രീതിയിലും ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്യാം. പക്ഷേ ഭയങ്കര ഹെൽത്തി ആയിരിക്കും. ചിയ സീഡിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കിയാൽ നല്ലതാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെച്ചിട്ടു 6 ടേബിൾ സ്പൂൺ സോക്ട്. ഇത് ശരിക്കും ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ചിയ സീഡ് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചപ്പോഴാണ് ഇത്രയായിട്ട് ഇങ്ങനെ ഡബിൾ ആൻഡ് ട്രിപ്പിളായിട്ട് മാറിയത്. ഈ രീതിയിൽ തയ്യാറാക്കുക, ഹെൽത്തി ആയിട്ട് കുടിക്കുക. ഇതിപ്പോൾ ഞാൻ ഷമാമിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ഏതൊരു ഫ്രൂട്ടിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ സീസണലായിട്ട് മാമ്പഴം കിട്ടാം, മാമ്പഴത്തിൽ ചെയ്യാം. ഇപ്പോൾ ഷമാമിൽ ചെയ്തു. അങ്ങനെ എനി ഫ്രൂട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പപ്പായയിൽ ചെയ്യാം. പപ്പായ നമ്മുടെ ഓമയ്ക്ക, പഴുത്ത ഓമയ്ക്കയിൽ ചെയ്യാം. അങ്ങനെ ഏത് നാടൻ ഫ്രൂട്ടിലും വേണമെങ്കിലും ചെയ്യാം. എന്തായാലും പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. ആദ്യത്തേത് വളരെ സിമ്പിളാണ് പക്ഷെ പവർഫുള്ളാണ്. നല്ല സ്വാദുള്ള ഒരു സ്പൈസി പൊട്ടറ്റോ ഫ്രൈ. രണ്ടാമത് കാണിച്ചത് വളരെ ഹെൽത്തി വേർഷൻ ഓഫ് എ സ്മൂത്തിയാണ്. അത് നമ്മുടെ ഒരു മസ്ക് മെലണിലാണ് ചെയ്തിരിക്കുന്നത്. അതും ചിയ സീഡൊക്കെ വെച്ചിട്ട്
ഗംഭീര സാധനമാണ് ഇപ്പോഴത്തെ സമ്മറിന് പറ്റിയാണ്. തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.